കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. പ്രഭാഷകൻ 34-ാം അധ്യായം 16-ാം വാക്യം. ശത്രുക്കളെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന യേശുവിനെയാണ് പുതിയ നിയമത്തിൽ നാം കാണുക. പക്ഷേ നമ്മൾ ക്ഷമിച്ചാലും നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം. പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ദൈവം രക്ഷിച്ചത് എങ്ങനെയെന്ന് ഓർക്കുക. ശത്രു സൈന്യം അവർക്കെതിരെ പാഞ്ഞു വന്നപ്പോൾ ചെങ്കടലിനെ വിഭജിച്ച് അവരെ ഇല്ലാതാക്കുന്നത് പുറപ്പാട് 14-ാം അധ്യായത്തിൽ നാം കാണുന്നു. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്കു വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്നു കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് 14-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ദൈവഭക്തനായ ഒരു മനുഷ്യൻ കർത്താവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ കരങ്ങളെ നേരിടുന്നത് നമ്മളായിരിക്കില്ല, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറയും. ജെറുസലേം നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ. അനേകർ അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. ഏശയ്യാ 8-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സ്വന്തം ജനമായിരുന്ന ഇസ്രായേൽക്കാർ പോലും അവിടുത്തോട് അവിശ്വസ്തത കാണിച്ചു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അവിടുത്തോട് അവിശ്വസ്തത കാണിക്കാത്ത മക്കളെ ദൈവം ഒരിക്കലും കൈവിടില്ല. അവിടുത്തെ കരം അവരുടെ മേൽ എന്നും ഉണ്ടാകും. നമുക്കും വിശ്വസ്തത നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ സ്നേഹിക്കാം.